നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഗൾഫിൽ ഇന്നലെ കോവിഡ് മൂലം 35 മരണം രേഖപ്പെടുത്തി. ഇതോടെ മരണസംഖ്യ 1120 ആയി. 6000-ലേറെ പേർക്ക് കൂടി ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ഗൾഫിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 2,32,000 പിന്നിട്ടു. ഗൾഫിൽ ഇളവുകൾക്കിടെ അബുദാബിയിൽ ഇന്നു മുതൽ സഞ്ചാര നിയന്ത്രണം പ്രാബല്യത്തിൽ. ഗൾഫിൽ കോവിഡ് മരണസംഖ്യയിലും രോഗവ്യാപനത്തിലും യാതൊരു മാറ്റവുമില്ല. സൗദിയിലാണ് മരണസംഖ്യയും രോഗികളുടെ എണ്ണവും കൂടുതൽ. ഇന്നലെ മാത്രം 22 മരണം. പുതിയ രോഗികളുടെ എണ്ണം 1881 ഇതോടെ സൗദിയിൽ മരണസംഖ്യ 525 മൊത്തം രോഗികളുടെ എണ്ണം 87,000 കവിഞ്ഞു. കുവൈറ്റിലും 8 മരണം റിപ്പോർട്ട് ചെയ്തു. മൊത്തം രോഗികളുടെ എണ്ണമാകട്ടെ 28,000-ലേക്ക് അടുക്കുകയാണ്. UAE-യിൽ മരണസംഖ്യയിലും രോഗികളുടെ എണ്ണത്തിലും കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ 2 മരണവും 635 പേർക്ക് രോഗവും സ്ഥിരീകരിച്ചു. ഖത്തറിൽ 1523 പേർക്ക് കൂടി രോഗം ഉറപ്പിച്ചതോടെ മൊത്തം രോഗികളുടെ എണ്ണം 58,000 കടന്നു. ഒമാനിൽ 786-ഉം ബഹ്റൈനിൽ 473-മാണ് പുതിയ രോഗികളുടെ എണ്ണം. ആയിരങ്ങൾക്കാണ് ഇന്നലെയും രോഗമുക്തി ലഭിച്ചത്. രോഗം ഭേദപ്പെട്ടവരുടെ എണ്ണം 1,38,000 കടന്നു. ഇന്നു മുതൽ അബുദാബി എമിറേറ്റിൽ 2 ആഴ്ചക്കാലം സഞ്ചാര നിയന്ത്രണം പ്രാബല്യത്തിലായിരിക്കുകയാണ്. അതേസമയം ഖത്തർ ഒഴികെ മിക്ക ഗൾഫ് രാജ്യങ്ങളും നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നടപ്പാക്കി കഴിഞ്ഞു. സൗദിയിൽ മരിക്കുന്ന മലയാളികളുടെ എണ്ണം ഉയരുന്നു. കോവിഡ് ബാധിച്ച് 24 മണിക്കൂറിനിടെ, അതായത് ഒരു ദിവസത്തിൽ 7 മലയാളികൾ സൗദി അറേബ്യയിൽ മാത്രം മരിച്ചു. ജിദ്ദ, മക്ക, ദമാം, ജുബൈൽ, റിയാദ്, ദവാത്മി എന്നിവിടങ്ങളിലാണ് സ്ത്രീയടക്കം 7 പ്രവാസികൾ മരിച്ചത്. മലപ്പുറം കൊണ്ടോട്ടി ചീക്കോട് വെട്ടുപാറ സ്വദേശി കോട്ടുമൽ അലിരായിനാണ് മക്കയിൽ മരിച്ചത്. പ്രായം 50. കൊല്ലം പാതാരം ഇരവിച്ചിറ പടിഞ്ഞാറ് സ്വദേശി മുകളയ്യത്ത് പുത്തൻവീട്ടിൽ നാണു ആചാര്യയുടെ മകൻ രാജുവാണ് ജുബൈലിൽ മരിച്ചത്. 56 വയസ്സ്. മലപ്പുറം മഞ്ചേരി മഞ്ഞപ്പറ്റ സ്വദേശി ഡൊമിനിക്കാണ് ദവാത്മിയിൽ മരിച്ചത്. 38 വയസ്സ്. പത്തനംതിട്ട തിരുവല്ല സ്വദേശിനി സിമി സുരേഷ് ആനന്ദാണ് ജിദ്ദയിൽ മരിച്ചത്. പ്രായം 48. ആബൂട്ടി മാത്യു ആണ് റിയാദിൽ തിങ്കളാഴ്ച പുലർച്ചെ മരിച്ചത്. പ്രായം 52. മലപ്പുറം പാണ്ടിക്കാട് ഒറവംപുറം സ്വദേശി മീൻപിടി ഹൗസിൽ മുഹമ്മദ് ഷെരീഫാണ് ദമാമിൽ മരിച്ചത്. പ്രായം 50. കോഴിക്കോട് താമരശ്ശേരി സ്വദേശി കോരങ്ങാട് സുബ്രഹ്മണ്യനാണ് റിയാദിലെ ഫാമിലി കെയർ ആശുപത്രിയിൽ മരിച്ചത്. പ്രായം 54. ഇതോടുകൂടി സൗദിയിൽ കോവിഡ് ബാധിച്ചു മരിക്കുന്ന മലയാളികളുടെ എണ്ണം 42 ഉയർന്നു. കൊറോണ വൈറസ് വ്യാപിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വിദേശങ്ങളിൽ ദുരിതത്തിലായവരെ നാട്ടിലെത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ വന്ദേ ഭാരത് പദ്ധതിയിൽ ദോഹയിൽ നിന്ന് വിമാനങ്ങൾ പറക്കുമ്പോഴും അർഹരായ താഴെത്തട്ടിലുള്ളവർ പടിക്ക് പുറത്ത് തന്നെയാണ് സ്ഥാനം. ഇന്ത്യൻ എംബസിയിൽ പേര് ചേർത്ത 40,000-ലധികം ഇന്ത്യക്കാരിൽ 30% തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇതിൽ തന്നെ ഏറെ ദിവസക്കൂലിക്കാരും ലിമോസിൻ ഡ്രൈവർമാരും ചെറുകിട ഇടത്തരം തൊഴിൽ ചെയ്തു വരുന്നവരുമായതിനാൽ തന്നെ നാട്ടിലെത്താൻ ടിക്കറ്റിന് പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. എന്നാൽ പോയ വിമാനങ്ങളിലൊന്നും ഇത്തരക്കാർക്ക് പരിഗണന കിട്ടിയിട്ടില്ല എന്നതാണ്. അർഹർക്ക് അവസരം കിട്ടുന്നില്ലെന്ന ആരോപണം ശക്തമായതോടെ ഇന്ത്യൻ എംബസി തെരഞ്ഞെടുക്കുന്ന യാത്രക്കാരുടെ പട്ടിക പുറത്തുവിടണമെന്ന ആവശ്യവും ഉയരുകയാണ്. വിവിധ സംഘടനകൾ ഇത്തരം ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞ് രംഗത്തെത്തുകയും ചെയ്തു. എത്ര യാത്രക്കാരാണ് ഒരു വിമാനത്തിൽ പോകുന്നത് എന്ന വിവരം പോലും ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി പുറത്തുവിടുന്നില്ല. യാത്ര അവസാന നിമിഷം മുടങ്ങുന്നവർക്ക് പകരമായി പലരും വിമാനത്തിൽ സീറ്റ് തരപ്പെടുത്തുന്നുണ്ട്. പട്ടിക പുറത്തുവിട്ടാൽ ഏതൊക്കെ അനർഹർ ഉൾപ്പെടുന്നുണ്ട് എന്നറിയാൻ പൊതുജനങ്ങൾക്കും സാധിക്കും. വേനൽക്കാലം എത്തിയതോടെ തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമ സമയം അനുവദിച്ച് UAE. ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെയാണ് ജോലി സമയം പുനഃക്രമീകരിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ 3 മണി വരെ തൊഴിലാളികൾക്ക് വിശ്രമം അനുവദിക്കണമെന്ന് മാനുഷികശേഷി വകുപ്പ് മന്ത്രി നാസിർ ബിൻ താനി അൽ-ഹംലി അറിയിച്ചു. എന്നാൽ എമർജൻസി മേഖലയിൽ ജോലി ചെയ്യുന്നവരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്.
ദുരിതത്തിൽ കഴിയുന്ന പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ UAE-യിൽ നിന്ന് KMCC ഏർപ്പാടാക്കിയ ആദ്യ ചാർട്ടർ വിമാനം മുടങ്ങി. സ്പൈസ് ജെറ്റ് വിമാനത്തിന് റാസൽ ഖൈമയിൽ ഇറങ്ങാൻ അവസാന നിമിഷം അനുമതി ലഭിച്ചില്ല. ഗർഭിണികളും കുട്ടികളുമടക്കം 178 യാത്രക്കാരെ ഹോട്ടലുകളിലേക്ക് മാറ്റേണ്ടി വന്നു. വിമാനം ഇന്ന് ഉച്ചയ്ക്ക് പുറപ്പെട്ടേക്കുമെന്നാണ് അറിയിപ്പ് ലഭ്യമായത്. അതിനിടെ രാഷ്ട്രീയ ഇടപെടലാണ് ചാർട്ടർ വിമാനം മുടക്കിയതെന്ന ചർച്ചകളും സജീവമാക്കുകയാണ്. UAE സമയം വൈകുന്നേരം 6-ന് പുറപ്പെടുമെന്ന് അറിയിച്ച ചാർട്ടർ വിമാനത്തിൽ കോഴിക്കോട്ടേക്ക് പോകാൻ വിവിധ എമിറേറ്റുകളിൽ നിന്ന് ഉച്ചയ്ക്ക് മുമ്പേ റാസൽ ഖൈമയിലെത്തിയവർക്കാണ് ഇന്നലെ രാത്രി നിരാശരായി മടങ്ങേണ്ടി വന്നത്. 280 കിലോമീറ്റർ അകലെയുള്ള അബുദാബിയിൽ നിന്നും അൽ ഐനിൽ നിന്നും റാസൽ ഖൈമ വിമാനത്താവളത്തിലേക്ക് നിരവധി പേർ എത്തിയിരുന്നു. വിമാനത്തിന് UAE വ്യോമയാന വകുപ്പിന്റെ അനുമതി ലഭ്യമാവാത്തതാണ് പ്രശ്നമെന്ന് KMCC നേതാക്കൾ പറയുകയും ചെയ്തു. ഒമാനിലെ സർക്കാർ കമ്പനികളിലെ 60 വയസ്സ് കഴിഞ്ഞവരെ പിരിച്ചുവിടാൻ നിർദ്ദേശം. ഇത് സംബന്ധിച്ച് ധനകാര്യ വകുപ്പ് സർക്കുലർ പുറപ്പെടുവിച്ചു. തൊഴിൽ വിപണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സർക്കാർ കമ്പനികളിലെ തൊഴിൽ നയങ്ങളും ക്രമീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള മന്ത്രിസഭാ കൗൺസിലിന്റെ തീരുമാനപ്രകാരമാണ് നടപടി. തൊഴിൽ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് തീരുമാനമെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശങ്ങളിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്കായി വ്യവസായ വകുപ്പ് പ്രവാസി വിവരശേഖരണ പോർട്ടൽ തുടങ്ങി. വ്യവസായ മന്ത്രി EP ജയരാജൻ പോർട്ടൽ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. സംരംഭങ്ങളും തൊഴിലും ഉറപ്പാക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് പോർട്ടൽ ഒരുക്കിയിട്ടുള്ളത്. ഇതിലൂടെ പ്രവാസികൾക്ക് അടിസ്ഥാന വിവരങ്ങൾ, നൈപുണ്യ വിശദാംശം, താൽപര്യമുള്ള മേഖല എന്നിവ രേഖപ്പെടുത്താവുന്നതുമാണ്. www.industry.kerala.gov.in എന്ന പോർട്ടലിൽ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. ഗൾഫിൽ 2 മലയാളികൾ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. കാസർഗോഡ് പന്നേൻപാറ സ്വദേശി ഷിജിത്ത് കല്യാളത്തിൽ, മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി മുഹമ്മദ് ഷെരീഫ് എന്നിവരാണ് മരിച്ചത്. ഇതോടെ ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം 168 ആയി. അതേസമയം ഇന്നു മുതൽ ദുബായിലെ മോളുകളും സ്വകാര്യ മേഖലയിലെ ബിസിനസ്സുകളും 100% പ്രവർത്തനം ആരംഭിച്ചു. ജീവനക്കാരും ജനങ്ങളും മാസ്കുകൾ ധരിക്കണമെന്നും സാമൂഹിക അകലം നിർബന്ധമായും പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. രോഗങ്ങൾ ഉള്ളവരും പ്രതിരോധ ശക്തി കുറഞ്ഞവരുമായ ജീവനക്കാർ നേരിട്ട് ജോലിക്ക് ഹാജരാകേണ്ടതുമില്ല. ദുബായിൽ രാവിലെ 6 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ജനങ്ങൾ പുറത്തിറങ്ങാനുള്ള അനുവാദം. തുടർ വിദ്യാഭ്യാസം നാട്ടിലാക്കാൻ ബഹ്റൈനിലെ സ്കൂളുകളിൽ നിന്ന് TC വാങ്ങിയ കുട്ടികൾക്ക് നാട്ടിൽ പോകാൻ കഴിയാത്ത അവസ്ഥ. ലോക്ക്ഡൌൺ കാരണം ഇവിടെ കുടുങ്ങിയ വിദ്യാർത്ഥികൾ എംബസിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഊഴം കാത്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് നിരവധി തവണ ശ്രമിച്ചെങ്കിലും ഇതുവരെ വിളി എത്തിയിട്ടില്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നു. വിവിധ കാരണങ്ങളാൽ തുടർ പഠനം നാട്ടിലാക്കാൻ തീരുമാനിച്ചവരുമുണ്ട്. ജൂൺ 1-ന് നാട്ടിലെ സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചു. ബഹ്റൈനിലെ സ്കൂളുകളിലും ഓൺലൈൻ ക്ലാസുകൾ നടന്നു വരികയാണ്. ഈ ക്ലാസുകളിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണിവർ. മാർച്ചിൽ തന്നെ നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തവരാണ് മിക്കവരും. എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ലോക്ക്ഡൌൺ ഇവരുടെ യാത്ര മുടക്കി. ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മുൻഗണനാക്രമത്തിലാണ് യാത്രക്കാരെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ. തങ്ങളെയും എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി വേണമെന്ന് ഇവർ ആവശ്യപ്പെടുകയാണ്. കോവിഡ് ചികിത്സയിൽ ആശ്വാസ കേന്ദ്രമാവുകയാണ് അബുദാബി അൽവത്തബയിലെ അൽ റസീൻ ഫീൽഡ് ആശുപത്രി. വെറും 9 ദിവസം കൊണ്ട് നിർമ്മിച്ച 46,500 ചതുരശ്ര അടി വലിപ്പമുള്ള ഈ താൽക്കാലിക ആശുപത്രിയിൽ 205 രോഗികളെ കിടത്തി ചികിത്സിക്കാൻ സൗകര്യമുണ്ട്. ഇതിനോടൊപ്പം തന്നെ 48 അത്യാധുനിക ICU സംവിധാനങ്ങളുണ്ട്. മലയാളികൾക്ക് ഏറ്റവും വലിയ അഭയകേന്ദ്രമാവുകയാണ് ഈ കേന്ദ്രം. കാരണം ഇവിടെ എത്തുന്ന രോഗികളിൽ 60% പേരും ഇന്ത്യക്കാരാണ്. അവരിൽ തന്നെ 60% പേർ മലയാളികളുമാണെന്ന് ഇവിടെ രോഗി പരിചരണം കൈകാര്യം ചെയ്ത അൽ മസ്റൂയി മെഡിക്കൽ സെന്റർ CEO ഡോക്ടർ പാർത്ഥ ബാനർജി പറയുന്നു. നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാനായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസിലെത്തുന്നവർക്ക് വിശ്രമിക്കാൻ പ്രത്യേക മുറി സജ്ജമാക്കി. സാമൂഹിക അകലം പാലിച്ച് ഇരിപ്പിടവും ഒരുക്കിയിട്ടുണ്ട്. ഈ സൗകര്യം ഉപയോഗപ്പെടുത്താതെ ജനങ്ങൾ ഓഫീസിന് മുന്നിലും പരിസരത്തും കൂട്ടം കൂടി നിൽക്കുന്നത് പ്രയാസം സൃഷ്ടിക്കുന്നതായി എയർലൈൻ അധികൃതർ അറിയിച്ചു. ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ ഇവർക്ക് ലഘുഭക്ഷണവും കുടിവെള്ളവും എത്തിച്ചു വരികയാണ്. ടിക്കറ്റ് എടുക്കാൻ ഓഫീസിൽ വരണമെന്നതുമില്ല. എയർലൈൻ അയക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ഓൺലൈനിൽ തന്നെ പണം അടയ്ക്കാവുന്നതുമാണ്. അതിന് സൗകര്യമില്ലാത്തവർ മാത്രം എയർലൈൻ ആവശ്യപ്പെടുന്ന സമയത്ത് എത്തിയാൽ മതിയാകും. വിളിക്കാതെ എത്തിയവർ ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടുന്നത് വിപരീത ഫലം ഉണ്ടാക്കുമെന്നും ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.